സിനിമയിലും ജലജ ഒരുപക്ഷെ ഇതുപോലെ തന്നെയാണ്. നോക്കാം. ജലജ മലയാളിയുടെ മനസ്സിലേക്ക് കടന്നുകൂടിയ ജലജയ്ക്കുണ്ടായിരുന്ന ഒരു ഗ്രാമീണ ഒരു സൗന്ദര്യത്തിൻ്റെ വേറൊരു തരം ഒരു നമ്മൾ മുമ്പ് പഴയ കാലത്തെ അംബിക എന്നോ അങ്ങനെയൊക്കെയുള്ള നടികളിൽ നിന്ന് മാറിയിട്ട് പുതിയൊരു കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ജലജയിലേക്ക് വന്നിരുന്ന ജലജ കേരളത്തിൻ്റെ തനിമയിൽ കേരളത്തിൻ്റെ ഗ്രാമീണ നമ്മൾ വേറൊരു തരത്തിൽ പറയുമ്പോൾ ഗ്രാമീണ സൗന്ദര്യം എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ ഒരു ശാലീനത കൂടുതലുണ്ടായിരുന്ന ഒരു നടിയായിട്ടാണ് ജലജ കൂടുതലും ചിത്രീകരിക്കപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ അറിയപ്പെട്ടിരുന്നത്. അത്തരം വേഷങ്ങളായിരുന്നു അവർ കൂടുതലും ചെയ്തിരുന്നത്. ഒരുപക്ഷെ ജലജയുടെ റേഞ്ച് എന്ന് പറയുന്നത് ഒരുപക്ഷെ അതിലൊക്കെ നമ്മളതിൽ കാണുമ്പോൾ ജലജയുടെ റേഞ്ച് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ശാരദയുടെയോ ആ റേഞ്ചിന് അത്രയും തന്നെ മുകളിലോട്ട് വന്ന ഒരു നടിയും കൂടിയായിരുന്നു ജലജ എന്നുള്ളത് യാതൊരു വിധത്തിലും സംശയമില്ലാത്ത കാര്യമാണ്. എനിക്കറിയാം. അപരാഹ്നം അറിയാം. ജലജയുടെ ഒരു സംവിധാനം കൂടിയാണ്. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ഗ്രാമീണ മലയാളിയുടെ എല്ലാ സൂചകങ്ങളും ചിഹ്നങ്ങളും ജലജയുടെ രൂപത്തിൽ നന്നായി ഇണങ്ങിയിരുന്നു, നിറഞ്ഞു നിന്നിരുന്നു. ഈ പറഞ്ഞ പോലെ ചെറിയൊരു കാര്യം വരുമ്പോൾ കണ്ണ് നിറയുന്നു, പിന്നെ മുടിയിരുന്ന രീതി, സാരി, അതിൻ്റെ ഭാവം, എല്ലാ തലങ്ങളിലും ഒരു മലയാളത്തിൽ ജലജയ്ക്കുണ്ടായിരുന്നു. മലയാള സിനിമ അല്പം ആർഭാടത്തിൻ്റെ ഗ്ലാമറിൻ്റെ ലോകത്തേക്ക് പോകുന്ന സമയത്താണ് ജലജയുടെ ഒരു വരവ്. ഷീലയും ജയഭാരതിയൊക്കെ തിമിർത്താടുന്ന സമയത്ത് ആ സമയത്ത് ജലജ വന്ന് ഇതിനെ മൊത്തം ഇതിനെ ഒഴുക്ക് വേറെ രീതിയിലേക്കാക്കി. ചെറിയ കാര്യമൊന്നുമല്ല ജലജ ചെയ്തേക്കുന്ന കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ വേണുചേട്ടൻ, ഗോപിച്ചേട്ടൻ, ഗോപിച്ചേട്ടൻ ഇവരൊക്കെ എന്ന് പറയുന്നത് ഞങ്ങളാരും ഗ്ലാമറസ് ആർട്ടിസ്റ്റ് അല്ലല്ലോ. ഞങ്ങളൊക്കെ എന്താണ് നെക്സ്റ്റ് ഡോ പേഴ്സൺ എന്നുള്ള പോലത്തെ ആൾക്കാരാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അപ്പം പടത്തിൽ എന്നെ വിളിച്ചപ്പോഴും ഞാൻ വിചാരിക്കുകയും ചെയ്തു, എന്നെ അതിന് ഫിലിം എന്ന് പറയുന്നത് ബിഗ് സിൽവർ സ്ക്രീനിൽ കാണുമ്പോഴത്തേക്കും നല്ല ഗ്ലാമറസ് ആയിട്ടുള്ള ആൾക്കാർ, പറഞ്ഞ പോലെ ഷീലാമ്മ, ഭാരതിയമ്മ അവരൊക്കെയാണല്ലോ അപ്പം നിന്നുകൊണ്ടിരുന്നത്. ഓഫ്കോഴ്സ് ശാരദാമ്മയുണ്ട്. അപ്പം അതിൽ നിന്ന് താങ്കൾ പറഞ്ഞ പോലെ ഒരു വലിയൊരു ഡീവിയേഷനാണ് ഞങ്ങൾ ആ ഒരു ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തതെന്ന് തോന്നുന്നു. ഒരു സാധാരണക്കാരായ കഥാപാത്രങ്ങൾ മലയാള സിനിമ നിരത്തിറങ്ങി. നിങ്ങളെല്ലാം കൊണ്ട് നിരത്തിറക്കിയതിന് ഒരു ചേഞ്ച് വേണ്ടേ, എപ്പോഴും ഒരു ചേഞ്ച് വേണ്ടേ. അപ്പോൾ അതിൽ നിന്നുള്ളൊരു ചേഞ്ച് ആയിരിക്കും ഇത്. അപ്പം ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തുവല്ലോ. എന്നുവെച്ചാൽ നിങ്ങൾ കാണുമ്പോഴത്തേക്കും നമ്മളുടെ വീട്ടിലെ ഒരു അംഗം അല്ലെങ്കിൽ നമ്മളുടെ അപ്പുറത്ത് കാണുന്ന ഒരു ക്യാരക്ടർ, അങ്ങനത്തെ ക്യാരക്ടേഴ്സാണല്ലോ നമ്മൾ പോർട്രേ ചെയ്തിരുന്നത്. അപ്പം ഡൗൺ ടു എർത്ത്. അപ്പോൾ അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് കിട്ടി. അതിനുള്ളൊരു എന്താണ് കറക്റ്റ് ടൈമിൽ വന്ന് പെട്ടു. കുറേ ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റി.